ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്നറിയാം. എന്നാലും എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച്, അതായത് എനിക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ ഉള്ളൊരു ഫീലിങ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരിക്കും പ്ലാച്ചിയെ എടുത്ത് പുറത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അനുമോളുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത്, അതായത് ആദ്യത്തെ ആഴ്ചകളിലെ ഒരു ഇമോഷണലും കരച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാതെ ആ ഒരു സെൻസിറ്റീവ് രീതിയിൽ നിന്ന് അനുമോൾ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാച്ചി ഇങ്ങനെ കരയുന്നതെന്ന്. ആദ്യം അതിൻ്റെ കുറച്ച് എക്സ്പ്രഷൻ കാണിച്ചെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയി. അതിൻ്റേതായ ഒരു രീതിയൊന്നും നമ്മൾ പിന്നെ കണ്ടില്ല. പക്ഷേ ഇന്ന് ആദ്യം അനുമോളെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞല്ലോ. ആ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചപ്പം അനുമോൾ ആദ്യം ആൻസർ പറയുന്നത് വെച്ച് പിന്നെ വിളിച്ച് പറഞ്ഞപ്പം ദേഷ്യപ്പെട്ടു. അതെനിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അന്നേരം ഞാൻ പറയുകയും ചെയ്തു, ലാലേട്ടൻ എന്തുകൊണ്ടാണ് അനുമോളെ അനുമോൾ കാണിച്ചാലും ലാലേട്ടൻ അതിന് കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ടല്ലോ, ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ഒരു പക്ഷേ അത് അനുമോളോട് ഒരു ഫേവർസം കാണിക്കുന്നതെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാവും. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം അനുമോളോട്ട് ഹർട്ട് ചെയ്യുന്നത് ലാലേട്ടൻ കാണുന്നുണ്ടല്ലോ. പിന്നെ അനുമോൾക്ക് പുറത്തുള്ള ഒരു സപ്പോർട്ട് കാരണം അനുമോൾ എന്തായാലും പുറത്ത് പോകത്തില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും, എന്താണെന്നറിയത്തില്ല. എനിക്കങ്ങനെ തോന്നി പേഴ്സണലി. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അനുമോളെ ഇങ്ങനെ കുറ്റം പറയുന്നു. പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ചെയ്യുന്നവരെ ഭയങ്കര പാമ്പർ ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഇന്ന് അനുമോൾക്ക് അത്ര ഒരു വിഷമം കൊടുത്തിട്ടും അതിനുശേഷം ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ശരിക്കും ഒരാൾ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന്. അത് പ്രേക്ഷകരും വിചാരിച്ചില്ല, ഹൗസിനുള്ളിലുള്ളവരും വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് പുറത്തോട്ട് പോയതിനെക്കാട്ട് സ്പീഡിൽ ആ പ്ലാച്ചി 2 ആൻഡ് 0 തിരിച്ചു കയറിയപ്പം നമ്മൾ പ്രേക്ഷകർക്ക് സന്തോഷം തോന്നി, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഉള്ളിലുള്ളവർ ഏതാനും ചിലരൊഴിച്ചാൽ ബാക്കി എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തന്നെയായിരുന്നു. എസ്പെഷ്യലി ലേഡീസിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും സന്തോഷമായിട്ട് തന്നെയാണ് കാണിച്ചത്. എന്തായാലും നല്ല കാര്യം. ആ ഒരു പ്ലാച്ചി ഒരു പക്ഷേ അനുമോൾ വീണ്ടും അതിലോട്ട് ഒതുങ്ങാതിരുന്നാൽ മതി. അതിനെ മാറ്റി വെച്ചിട്ട് അനുമോൾ ഗെയിം കളിക്കാൻ ഇറങ്ങിയാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ടോപ്പ് 5 വരാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനുമോൾ, അതിൽ സംശയമില്ല. കാരണം അനുമോളുടെ യഥാർത്ഥമായ സ്വഭാവം കുറേയൊക്കെ കണ്ടും കേട്ടും അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് അനുമോൾ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ആ ഒരു ഇമോഷണൽ രീതികളെല്ലാം മാറി കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം, നല്ല രീതിയിൽ എല്ലാവരും കളിച്ച് മുന്നോട്ട് വരട്ടെ.